നമസ്കാരം. എൻ്റെ പേര് ആര്യ ഹൃദയകുമാർ. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞാനൊരു സംരംഭം നടത്തി വരികയാണ്. എൻ്റെ സംരംഭത്തിന്റെ പേര് ഗ്രീൻ ബോൾ ഹോം മെയ്ഡ് പ്രോഡക്ട്സ്. ഗ്രീൻ ബോളിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസുകളും ഹെർബൽ പ്രോഡക്ട്സുമായി ആണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. തികച്ചും ഒരു ഓൺലൈൻ സ്റ്റോറാണ് ഗ്രീൻ ബോൾ. ഞാൻ PG കമ്പ്യൂട്ടർ സയൻസിലാണ് ചെയ്തത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ കോവിഡ് ലോക്ക്ഡൗൺ. ആ ഒരു വെക്കേഷന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ചാനലിന്റെ പേര് ഗ്രീൻ ബൗൾ ഓഫ് കേരള എന്നായിരുന്നു. എനിക്കിഷ്ടമുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതുവഴി ചെയ്ത് വീഡിയോസാക്കി പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ പല പല റെസിപ്പീസൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടവുമായിരുന്നു എനിക്ക്. അങ്ങനെ ഓരോ റെസിപ്പീസൊക്കെ ചെയ്ത് ആ ടൈമിലായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞു. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ കോൺട്രാക്ട് ബേസിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. എനിക്കൊരു സമയത്ത് ചെറിയ ലീവ് എടുക്കേണ്ടി വന്നു. ലീവ് എടുത്ത സമയത്ത് വീട്ടിലിരുന്ന് സമയം പോകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സോപ്പ് മേക്കിംഗ് കുറേ വീഡിയോസൊക്കെ കാണുമായിരുന്നു യൂട്യൂബിൽ. സോപ്പ് മേക്കിംഗ് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി. അതിനെ പഠിച്ചിട്ട് അതിൻ്റെ കോഴ്സായിട്ടും ആർട്ടിഫിഷ്യൽ സോപ്പ്, മെൽറ്റ് ആൻഡ് പ്യൂർ സോപ്പ്, സോപ്പിന്റെ പല രീതിയിലുള്ള വെറൈറ്റി സോപ്പുകൾ പഠിച്ചു. അങ്ങനെ ആ ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടു. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അത് ഇഷ്ടപ്പെട്ട് വന്നപ്പം അവർ കൂടുതൽ കാര്യങ്ങളൊക്കെ തിരക്കി തുടങ്ങി. അപ്പം ഈ സോപ്പ് ഞാൻ പഠിച്ച രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹെർബൽസ് വെച്ച് എങ്ങനെ ചെയ്യാമെന്നൊരാഗ്രഹം വന്ന് ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി. ഇതേപോലെ എനിക്ക് സ്കിൻ അലർജി ഉണ്ട്, ഡ്രൈ സ്കിന്നാണ്, മുഖത്ത് പിമ്പിളുണ്ട്, അത് മാറാൻ വല്ല സൊല്യൂഷനും ഉണ്ടോ, സോപ്പ് മേക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതനുസരിച്ച് ഞാൻ അവർക്ക് കസ്റ്റമൈസ് ആയിട്ട് സോപ്പ് ചെയ്തു കൊടുത്തു. നല്ല റിസൾട്ട് ഉണ്ട്. അപ്പം ഹസ്ബൻഡുമായിട്ട് സംസാരിച്ച്, അമ്മയായിട്ട് സംസാരിച്ച് ഇത് നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റാം, വീട്ടിൽ ഇരുന്നു കൊണ്ട് ഒരു വരുമാനം കണ്ടെത്താമെന്ന് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു, തീരുമാനം എടുത്തു. അങ്ങനെ സംരംഭം രജിസ്റ്റർ ചെയ്തു. സംരംഭത്തിന്റെ പേര് ഗ്രീൻ ബോൾ ഹോം മെയ്ഡ് പ്രോഡക്ട്സ്. വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ വിൽപ്പനയ്ക്ക് എടുക്കുന്നത്. സോപ്പ് തന്നെ ഒരു 40 വെറൈറ്റി സോപ്പുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ആദ്യമേ എനിക്ക് ചെറിയൊരു മൂലധനം, അത് 2000-ൽ താഴെ രൂപയുടെ മൂലധനം പുള്ളിയുടെ ഞാൻ മേടിച്ച് അതിൽ നിന്ന് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു സോപ്പിന് വെയിങ് മെഷീൻ അമ്മയുടെ ഭാഗത്ത് അമ്മ സ്പോൺസർ ചെയ്ത് ഒരു സംരംഭമാക്കി മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ സോപ്പൊക്കെ ഉണ്ടാക്കി. ഹസ്ബൻഡ് അമ്മയും പൂർണ്ണ സപ്പോർട്ടാണ്. അമ്മ ഇത് കണക്ക് ഉപയോഗിച്ച് നോക്കി റിസൾട്ടൊക്കെ പറഞ്ഞു. അപ്പം എല്ലാവരും പൂർണ്ണ പിന്തുണ തന്നു. അങ്ങനെ ഓൺലൈനായിട്ട് തന്നെ സ്റ്റാറ്റസും വാട്സപ്പ് വഴിയും സ്റ്റോറി വഴിയും ഒക്കെ ഇട്ട് കസ്റ്റമേഴ്സ് എൻക്വയറി വന്നു. അങ്ങനെ വിൽപ്പന ആരംഭിച്ചു. തികച്ചും ഓൺലൈനായിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ നമ്മുടെ നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ അടുത്തൊക്കെ കൊടുത്തു, അടുത്ത വീടുകളിലൊക്കെ കൊടുത്തു. അങ്ങനെ ആദ്യമായിട്ടൊരു ഒരു ചെറിയൊരു ഇൻകം എനിക്ക് അതിൽ നിന്ന് കിട്ടി. നമ്മുടെ അടുത്ത വീട്ടിലൊരു അമ്മൂമ്മ തന്നെ നമുക്ക് ഒരു കൈനീട്ടം പോലെ തന്നു. അതാണ് എൻ്റെ ആദ്യത്തെ ഇൻകം എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ കിട്ടിയ പൈസ സ്വരൂപിച്ച് തന്നെ സോപ്പിന്റെ കൂടുതൽ മെറ്റീരിയൽസ് വാങ്ങി തികച്ചും ഓൺലൈനായിട്ടാണ് സെയിൽ നടത്തിയിരുന്നത്. ഫേസ്ബുക്ക് വഴിയൊക്കെ പോസ്റ്റ് ഇട്ടും ഗ്രൂപ്പുകൾ വഴി പോസ്റ്റ് ഇട്ടും അത് നല്ല പുറത്തുനിന്നൊക്കെ എൻക്വയറീസ് വന്നു തുടങ്ങി. ഇന്ത്യൻ പോസ്റ്റൽ വഴിയും DTDC വഴിയും സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് റെഗുലറായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കസ്റ്റമറിനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവര് ആദ്യമായിട്ട് ഞാൻ പുറത്തോട്ട് അയക്കുന്നത് തമിഴ്നാട്ടിലായിരുന്നു. അവരായിരുന്നു എൻ്റെ ആദ്യത്തെ കസ്റ്റമർ. ഇപ്പോഴും ഞാൻ അവരെ ഓർക്കുന്നുണ്ട്. അങ്ങനെ സോപ്പ് കൊടുത്തപ്പം ഇവർ പല എൻക്വയറീസ് വന്നു. സോപ്പിന്റെ തന്നെ ഡാൻഡ്രഫ് പോകാനുള്ളതുണ്ടോ, അങ്ങനെ പല എൻക്വയറീസ് വന്നപ്പം അവർക്ക് വേണ്ടി ഞാൻ കസ്റ്റമൈസ് ആയിട്ട് മേക്ക് ചെയ്ത് അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എനിക്ക് ഒത്തിരി ഓർഡേഴ്സ് വരാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ട്രഡീഷണലിനെ സ്നേഹിക്കുന്നവരാണ് കൂടുതലും. കാരണം ട്രഡീഷണൽ വാല്യൂ മനസ്സിലാക്കി ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തിരക്കി നടക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കസ്റ്റമേഴ്സ് ഓരോരോ ആവശ്യപ്പെട്ടു. കൺമഷി ആവശ്യപ്പെട്ടു, ലിപ് ബാം ആവശ്യപ്പെട്ടു. അങ്ങനെ കൺമഷിയൊക്കെ പണ്ട് തൊട്ടേ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ വിപണനത്തിനായിട്ട് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് അറിയാം. അങ്ങനെ ഞാനത് മേക്ക് ചെയ്ത് പഠിച്ച് നല്ല ഫിനിഷിംഗ് രൂപത്തിൽ പഠിച്ചെടുത്ത് അങ്ങനെ കൊടുത്തു തുടങ്ങി. കസ്റ്റമേഴ്സിന് നല്ലൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. കണ്ണ് നീറുകയോ അല്ലെങ്കിൽ കണ്ണ് നല്ല കുളിർമയാണ് നമ്മുടെ കൺമഷി എഴുതുന്നത് തന്നെ. നല്ല കുറച്ച് റെഗുലർ കസ്റ്റമേഴ്സായി. കുഞ്ഞുങ്ങൾക്കായാലും ഉരുക്ക് വെളിച്ചെണ്ണയും കൺമഷിയും ഒക്കെ മേക്ക് ചെയ്ത് കൊടുത്തു തുടങ്ങി. കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരമാണ് നമ്മുടെ ഓരോ പ്രോഡക്ട്സ് വന്ന്. അപ്പൊ അവര് നാടൻ ഫുഡ് ഐറ്റംസ്, സ്പൈസസ്, നാടൻ ഐറ്റംസ് ചോദിച്ചു തുടങ്ങി. കാരണം നമ്മൾ നാടൻ, അതായത് സോപ്പ് തന്നെ ആയാലും കസ്തൂരി മഞ്ഞൾ, വേപ്പ്, ശംഖുപുഷ്പം അങ്ങനെയുള്ള സോപ്പുകളാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. പിമ്പിൾ ഫ്രീ സോപ്പ് എല്ലാം കസ്റ്റമൈസ് ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പം ആൾക്കാർ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കൂടി FSSA രജിസ്ട്രേഷൻ എടുത്തു. പുള്ളി ഫുഡ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പുള്ളിയുടെ പൂർണ്ണ സപ്പോർട്ട് എന്റെ സംരംഭത്തിനുണ്ട്.
പുള്ളി അങ്ങനെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ FSS രജിസ്ട്രേഷൻ എടുത്ത് അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. പിന്നെ പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസ്, ട്രഡീഷണൽ ആയിട്ടുള്ള അമ്മയിൽ നിന്നൊക്കെ മനസ്സിലാക്കി അവിടെ നിന്ന് മാമ്പഴത്തര, ഒടവാഴയ്ക്ക, നാരങ്ങ നിറച്ചത്, അങ്ങനെ നമ്മുടെ മാഞ്ഞു പോയ രുചികൾ തേടി ഞാൻ ഓരോരോ പ്രോഡക്ട്സുകളാക്കി. നമ്മുടെ പ്രോഡക്ട്സുകളെല്ലാം സീസണലാണ്. എല്ലാ കാലത്തും നമ്മുടെ പ്രോഡക്ട്സ് കിട്ടത്തില്ല. നമ്മുടെ പ്രോഡക്ട്സ് ചക്കയുടെ സീസണിൽ ചക്കയുടെ ഉൽപ്പന്നങ്ങൾ കാണും. അതേപോലെ മാങ്ങയുടെ ഉണ്ട്, ഏത്തപ്പഴത്തിന്റെ ഉണ്ട്, ചക്കയുടെ തന്നെ ചക്കപ്പൊടി ചെയ്യുന്നുണ്ട്, ചക്ക പുട്ടുപൊടി ചെയ്യുന്നുണ്ട്, ചക്കക്കുരു പൊടി ചെയ്യുന്നുണ്ട്, ചക്കക്കുരു അച്ചാർ ചെയ്യുന്നുണ്ട്, ചക്കക്കൂഞ്ഞ് അച്ചാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ് ഞാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ മാമ്പഴത്തര, മാമ്പഴത്തിന്റെ സ്ക്വാഷ്, ജാം ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന് സപ്പോർട്ടായിട്ട് അലയമൺ കൃഷിഭവനിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് കൃഷി ഓഫീസർ തരുന്നത്. KVK വഴിയും കിലെ വഴിയും ഒക്കെ നമുക്ക് ട്രെയിനിങ്ങുകൾ തരുന്നുണ്ട്. നമ്മുടെ താല്പര്യം മനസ്സിലാക്കി കുടുംബശ്രീന്നായാലും വ്യവസായ വകുപ്പിൽ നിന്നായാലും നല്ലൊരു സപ്പോർട്ടാണ് തരുന്നത്. നമുക്ക് എന്താണോ പഠിക്കേണ്ടത്, നമുക്ക് എന്താണോ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് അവർ ട്രെയിനിങ്ങുകൾ തരുന്നുണ്ട്. ഇന്ന് ഗ്രീൻ ബോളിന് 2.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു 800 കൊറിയറിൽ പുറത്ത് ഞാൻ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1000 പുറത്ത് കസ്റ്റമേഴ്സും ഉണ്ട്. ലോക്കലി നമുക്ക് സെയിലുണ്ട്. നല്ല പ്രോഡക്ട്സ് ജനങ്ങളിലേക്ക് കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഗ്രീൻ ബോൾ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മാത്രമല്ല, സ്ഥിരമായിട്ട് നമുക്ക് കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാനും കഴിയുന്നുണ്ട്. പൂർണ്ണ സപ്പോർട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിന്റെയും എന്റെയും പൂർണ്ണ സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. ചെറുപ്പകാലം തൊട്ടേ സ്വന്തമായി ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഏകദേശം സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക്. എൻ്റെ പഠന ചെലവിനായാലും ഈ ട്യൂഷന്റെ വരുമാനവും പുറത്തുപോയി ട്യൂഷൻ എടുക്കുന്ന വരുമാനവും ഒക്കെ നല്ലൊരു ഇൻകമായിട്ട് എൻ്റെ പഠന കാലത്ത് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആഫ്റ്റർ മാരേജ് എൻ്റെ ഹസ്ബൻഡിനും പൂർണ്ണ സപ്പോർട്ടാണ്. കാരണം നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്ത്, സ്ത്രീകളായാലും ആരായാലും നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത് എന്ന് പുള്ളി എപ്പോഴും പറയും. നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം, നമ്മുടെ ഇൻകം കണ്ടെത്തി ജീവിക്കണം. പൂർണ്ണ സപ്പോർട്ടാണ് എനിക്ക് ഹസ്ബൻഡ്. പുള്ളിയായാലും പർച്ചേസിങ്ങിനായാലും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റോ മെറ്റീരിയൽസ് മേടിക്കലും, എറണാകുളത്ത് നിന്ന് പല സ്ഥലങ്ങളിലാണ് ഞങ്ങൾ റോ മെറ്റീരിയൽസ് മേടിക്കുന്നത്. പുള്ളി നാട്ടിൽ വരുമ്പം എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുതരികയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടൻ സാധനങ്ങളെല്ലാം സീസൺ അനുസരിച്ചാണ് കളക്ട് ചെയ്യുന്നത്. ചക്കയുടെ ആയാലും മാങ്ങയുടെ ആയാലും കപ്പയായാലും എല്ലാം. ചക്കയുടെ സീസണിലാണെങ്കിൽ ചക്കയുടെ പല പല രൂപത്തിലുള്ള പ്രോഡക്ട്സുകൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത് വെക്കും. അതനുസരിച്ച് കസ്റ്റമേഴ്സ് ഓർഡർ വരുന്നതനുസരിച്ച് അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കസ്റ്റമറിന് ഓർഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിനിമം ഒരു 4 ദിവസം മുമ്പ് നമുക്ക് ഫുഡ് ഐറ്റംസ് മസ്റ്റായിട്ട് ഒരു ഓർഡർ ചെയ്തിരിക്കണം. കാരണം നമുക്ക് ഉണ്ടാക്കാനുള്ള സമയം വേണം. ഓർഡർ അനുസരിച്ച് മാത്രമേ നമ്മൾ പ്രോഡക്ട്സ് ഉണ്ടാക്കി വെക്കത്തുള്ളൂ. എല്ലായ്പ്പോഴും എല്ലാ പ്രോഡക്ട്സിന്റെയും സ്റ്റോക്ക് കാണണമെന്ന് ഇല്ല. നമ്മുടെ പ്രോഡക്ട്സ് ആയാലും ചക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് 1 വർഷം വരെ കേടുകൂടാതിരിക്കും. എന്ന് വെച്ചാൽ അതിൽ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നതല്ല. ചക്ക ട്രഡീഷണൽ രീതിയിലാണ് ചക്ക ഉണക്കിയെടുക്കുന്നതും. ചക്കയുടെ അച്ചാറായാലും ചക്കപ്പൂഞ്ഞ് അച്ചാറായാലും എല്ലാം ഒരു 2-3 മാസം വരെ നമുക്ക് എക്സ്പയറി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നതല്ല. പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാർ എങ്ങനെ ഉണ്ടാക്കിയിരുന്നോ, വീട്ടിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നോ അതേപോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. അച്ചാറിനകത്തായാലും എല്ലാ ഇൻഗ്രീഡിയൻസും ചേരുവകളെല്ലാം തന്നെ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ചെമ്പരത്തി സ്ക്വാഷ് ചെയ്യുന്നുണ്ട്, ചെമ്പരത്തിയുടെ ജെല്ല് ചെയ്യുന്നുണ്ട്, ചെമ്പരത്തിയുടെ ലിപ് ബാം ചെയ്യുന്നുണ്ട്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന 5 ഇതിലുള്ള നാടൻ ചെമ്പരത്തി വെച്ചാണ് ഇത്രയും ഉൽപ്പന്നങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത്. അതേപോലെ ശംഖുപുഷ്പം കൊണ്ടും നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ജെല്ല് ഉണ്ടാക്കുന്നുണ്ട്, ശംഖുപുഷ്പം വെച്ച് ജെല്ലി ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ശംഖുപുഷ്പത്തിന് തന്നെ സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനങ്ങൾ പോലും നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നില്ല. അതെങ്ങനെ നമുക്ക് മനുഷ്യന്റെ ശരീരത്തിൽ മനുഷ്യന് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്ന് നമുക്ക് പല ഉൽപ്പന്നങ്ങളാക്കി ഞാൻ മാറ്റുന്നുണ്ട്. ഗ്രീൻ ബോൾ എന്ന സംരംഭത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല സാധനം, നല്ല ഗുണമേന്മയുള്ള സാധനം കൊടുക്കുക എന്നതാണ്. ഇത് തികച്ചും ഒരു നാട്ടിൻപുറമാണ്. അതുകൊണ്ട് തന്നെ നിരവധി കർഷകരുണ്ട് ഇവിടെ. കർഷകരിൽ നിന്ന് കളക്ട് ചെയ്താണ് നമ്മൾ ഓരോ പ്രോഡക്ട്സും രൂപീകരിച്ചെടുക്കുന്നത്. ഏത്തക്കൊല നമുക്ക് അലയമൺ വിപണിയുണ്ട്. വിപണിയിൽ നിന്ന് ഒരു കൂട്ടം കർഷകരുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച് അത് ഏത്തക്കാപ്പൊടി ഉണ്ടാക്കുന്നു. അതേപോലെ ഒടവാഴയ്ക്ക എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. അധികം ആരും ചെയ്യുന്നതല്ല. വളരെ കഷ്ടപ്പെട്ടാണ് അത് മേക്ക് ചെയ്യുന്നത്. ഒടവാഴയ്ക്ക ചെയ്യുന്നുണ്ട്. അതേപോലെ പഴുത്ത മാങ്ങ വെച്ച് മാമ്പഴത്തെര ഉണ്ടാക്കുന്നുണ്ട്. അതും ഒരു ഹൈലൈറ്റിംഗ് പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ.
പഴുത്ത മാങ്ങ ഉണക്കിയാണ് ചെയ്യുന്നത്. അതൊരു ഹെൽത്തി സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഡയറക്റ്റ് നമുക്ക് കഴിക്കാം, മിഠായി പോലെ കഴിക്കാം, മാമ്പഴ പായസം ഉണ്ടാക്കി കുടിക്കാം. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് മാമ്പഴത്തരി. ഈ ഉടവാഴയ്ക്ക് തന്നെ നമുക്ക് എല്ലാവരും തിരക്കുള്ള ജീവിതമുള്ളവരാണ്. ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ 2 പീസ് കഴിച്ചാൽ നമുക്ക് ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതേപോലെ ഓട്സിന്റെ കൂടെയൊക്കെ നമുക്ക് സോക്ക് ചെയ്ത് കഴിക്കാം. നോൺ വെജ് ആയിട്ട് അച്ചാറുകൾ, ഇടിയിറച്ചി, കേരച്ചൂര, കക്ക, ബീഫ്, കല്ലുമ്മക്കായ, അങ്ങനെ കൊഞ്ച്, നിരവധി നോൺ വെജ് പ്രോഡക്ട്സുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇടിയിറച്ചി എന്ന് പറയുന്നത് നമ്മൾ അടുപ്പില് പഴയ പാതാമ്പരമുള്ള അടുപ്പില്ലേ, അടുപ്പിനകത്ത് ഉണക്കിയാണ് നമ്മൾ ഇടിയിറച്ചി ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ഇടിയിറച്ചി ക്രഷ് ചെയ്ത് അതിനെ റോസ്റ്റ് ആക്കി റെഡി ടു ഈറ്റ് ആയിട്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി ചെയ്തു കൊടുക്കുന്നുണ്ട്, ഉരുക്ക് വെളിച്ചെണ്ണ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവല് വിളയിച്ചത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏതൊരു കസ്റ്റമറിനും നാടൻ ഐറ്റംസിന് ഗ്രീൻ ബൗളിനെ സമീപിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് കൺമഷി ആയാലും പണ്ട് കാലത്ത് പൂവാങ്കുരുന്നില, കയ്യോന്നി, അങ്ങനെ ട്രഡീഷണൽ രീതിയിലുള്ള കൺമഷി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് പറഞ്ഞറിഞ്ഞാണ് നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സ് വരുന്നത്. അതായത് നോൺ വെജ് ഐറ്റംസ്, ഇടിയിറച്ചി, ഉണക്ക ഇറച്ചിയാണ് നമ്മൾ റോസ്റ്റ് ആക്കി കൊടുക്കുന്നത്. അത് പണ്ട് കാലത്ത് പാതാമ്പുറത്ത് വിറകടുപ്പിലാണ് നമ്മൾ ഇടിയിറച്ചി ഉണ്ടാക്കി എടുക്കുന്നത്. ഈ ഇടിയിറച്ചി നമ്മൾ റോസ്റ്റ് ആക്കി അത് ഉരുക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇടിയിറച്ചി തയ്യാറാക്കി കൊടുക്കുന്നത്. അതേപോലെ തന്നെ കേരച്ചൂര അച്ചാറ്, കൊഞ്ചച്ചാറ്, ബീഫ്, കക്ക, കല്ലുമ്മക്കായ, കണവ, അങ്ങനെ അച്ചാറുകൾ ഒത്തിരി നമ്മൾ ഗ്രീൻ ബൗളിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം അവരുടെ രുചി അനുസരിച്ച്, എരി വേണ്ടവർക്ക് അങ്ങനെ, എരി കുറച്ച് വേണ്ടവർക്ക് അങ്ങനെ, അങ്ങനെ അവരുടെ ആവശ്യപ്രകാരമാണ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രീൻ ബൗൾ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ്. മാർക്കറ്റിലൊന്നും നമ്മുടെ പ്രോഡക്ട്സ് മേടിക്കാൻ കിട്ടത്തില്ല. നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കസ്റ്റമറിന് എത്തിച്ചു കൊടുക്കുന്നത്. ഗ്രീൻ ബൗളിന്റെ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഗ്രീൻ ബൗളിന്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യാം, www.greenballhomemadeproducts.com. അല്ലെങ്കിൽ ഇൻസ്റ്റ ഉണ്ട്, ഗ്രീൻ ബൗൾ ഹോം മെയ്ഡ് പ്രോഡക്ട്സ്, വാട്സപ്പ് നമ്പർ ഉണ്ട്, അതേപോലെ തന്നെ യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ഈ 4 വഴി കൂടെ നിങ്ങൾക്ക് ഗ്രീൻ ബൗളിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് ഇടുക, ഓട്ടോമാറ്റിക് മെസ്സേജ് വന്ന് നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് തരും. അതനുസരിച്ച് നിങ്ങൾക്ക് കാർട്ടിലേക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. അതനുസരിച്ച് ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് അഡ്രസ്സും തന്നതിന് ശേഷം നിങ്ങളുടെ ഓർഡർ 4 to 7 ഡേയ്സിനുള്ളിൽ കസ്റ്റമറിന്റെ കയ്യിൽ എത്തുന്നതാണ്. ഗ്രീൻ ബൗളിന്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമേഴ്സ് തന്ന സപ്പോർട്ടാണ്. അവർ നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിച്ചതിന് ശേഷം അവർ തരുന്നൊരു റിവ്യൂ, അത് നമ്മൾ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നമുക്കൊരു ആത്മവിശ്വാസമാണ്, അതൊരു പവറാണ് മുന്നോട്ട് പോകാൻ വേണ്ടി. അവർ ഓരോ പ്രോഡക്ട്സ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ നമ്മളത് മറന്നുപോയ വാല്യൂസ്, ആ പ്രോഡക്റ്റിന്റെ വാല്യൂസ് നമ്മൾ പിന്നെ ഞാൻ മേക്ക് ചെയ്ത് ഓരോരോ പ്രോഡക്ട്സ് ആക്കി എത്തിക്കുകയാണ്. അത് നമ്മുടെ കസ്റ്റമേഴ്സ് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് അവർ ഉപയോഗിച്ചതിന് ശേഷം അവര് ഇന്നത് കൊള്ളാം, അല്ലെങ്കിൽ ഇത് കണക്ക് ഇത്രയും കൂടെ ചെയ്താൽ ഇച്ചിരി ബെറ്റർ ആവും എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് നികത്താനും അവരുടെ റിവ്യൂസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. നാടൻ ഐറ്റംസുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ അടമാങ്ങ നമ്മൾ പച്ചമാങ്ങ ഉണക്കി ചെയ്യുന്ന അടമാങ്ങ, അത് ഏകദേശം 2 വർഷത്തോളം നമുക്ക് എക്സ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ കാന്താരി, ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് കാന്താരിയെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ നമ്മൾ കാന്താരി ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട്, അതും നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇരുമ്പിപ്പുളി, ചിലിമ്പിപ്പുളി എന്നൊക്കെ പറയുന്നത് മീൻകറിക്കൊക്കെ ഇടാൻ നല്ലതാണ് ഇരുമ്പിപ്പുളി, അതും നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നാടൻ ഐറ്റംസുകളുടെ ഒരു ഔട്ട്ലെറ്റ് ആണ് ഗ്രീൻ ബൗൾ എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ 20 വർഷമായിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത ഒരാളാണ്, കോൺട്രാക്ടർ ആയിരുന്നു. പുള്ളി ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പകാലം തൊട്ട് അച്ഛൻ ചെയ്തത് കണ്ടും കേട്ടുമാണ് ഞാൻ വളർന്നത്. ബിസിനസ്സിലെ നേട്ടവും കോട്ടവും അറിഞ്ഞാണ് ഞാൻ വളർന്നത്. നിലവിൽ സംരംഭം വീട്ടിലാണ് ചെയ്യുന്നത്. ഭാവിയിൽ ഒരു ഔട്ട്ലെറ്റ് ആക്കുകയും അതേപോലെ തന്നെ ഒരു സംരംഭ യൂണിറ്റ് ആവുകയും കുറച്ചു പേർക്ക് അതിൽ നിന്നൊരു വരുമാനം കൊടുക്കാനും എനിക്ക് കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഗ്രീൻ ബൗൾ കൂടുതൽ വിപണനം കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ മേളകളിലൂടെയാണ്. കേരളീയം പോലുള്ള വലിയ മേളകൾ ഗ്രീൻ ബൗളിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കുടുംബശ്രീയുടെയും കൃഷി വകുപ്പിന്റെയും ഓരോ മേളകളിലും നമ്മളവർ പങ്കെടുപ്പിക്കാറുണ്ട്. ഒത്തിരി നിരവധി സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ ട്രെയിനിങ്ങുകൾ KVK വഴി പോലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം നമ്മൾ മുരിങ്ങയിലപ്പൊടി ചെയ്തു കൊടുക്കുന്നുണ്ട്. മുരിങ്ങയിലപ്പൊടി ഭക്ഷണത്തിന് ഉൾപ്പെടുത്തുന്നത് നമുക്ക് നല്ലതാണ്. ഒത്തിരി അയൺ കണ്ടന്റ് ഉള്ളതാണ് മുരിങ്ങയിലപ്പൊടിയിൽ. അതേപോലെ നാച്ചുറൽ ഡൈ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നീലയമരിപ്പൊടി, മൈലാഞ്ചിപ്പൊടി നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് ഉണക്കി തണലത്തിട്ട് ഉണക്കി അതിന്റെ ഗുണം പോകാതെ തന്നെ കസ്റ്റമറിന്
നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയുള്ള കൂട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തും പ്രകൃതിയിൽ നിന്ന് കിട്ടും എന്നൊരു ആശയമാണ് ഞാൻ ഗ്രീൻ ബോളിലൂടെ മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നത്. പ്രകൃതിദത്തമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതേപോലെ തന്നെ എല്ലാവരും പരിചയപ്പെടുത്തുക. നമ്മുടെ കേരളത്തിന് നന്മ എല്ലാവരും തിരിച്ചറിയുക. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത്രയും പഠിച്ചിട്ട് എന്തിന് ഈ ഫീൽഡിൽ നിൽക്കുന്ന, സോപ്പ് കൊണ്ട് എന്തെങ്കിലും പറ്റുമോ, ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ, നീ പഠിച്ച ഫീൽഡിൽ പോ, നിനക്കൊരു ജോലി അവിടെ ഇല്ലായിരുന്നില്ലേ, അത് കണ്ടിന്യൂ ചെയ്തുകൂടെ, അതല്ലേ ബെറ്റർ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു വരുമാനം ആയാലും അതിലൊരു സന്തോഷമുണ്ട്. ഞാൻ ബിസിനസ്സിൽ അറിഞ്ഞുകൊണ്ടേ ബിസിനസ്സിലോട്ട് വന്ന ഒരാളല്ല, പക്ഷേ ഇതെന്റെ പാഷനാണ്. ഓരോ ഹോബീസ് ഇല്ലേ, ആ പാഷന് പുറകെയാണ് ഞാൻ ഇപ്പം ജീവിക്കുന്നത്. ഞാൻ അതുപോലെ എന്റെ തൊഴിലിനെ ഞാൻ ഇപ്പം ഇഷ്ടപ്പെടുന്നുണ്ട്.